الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചിട്ടും അതേപോലെ മുഖറബീങ്ങളെ സംബന്ധിച്ചിട്ടും അസ്ഹാബുൽ യമീൻ, അസ്ഹാബു ഷിമാൽ. അവസാനമായി അല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് റിസ്ക് തരുന്നവൻ? ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? ആരാണ് നിങ്ങൾ കൃഷി ചെയ്യുന്ന, നിങ്ങൾ വിത്ത് ഇട്ട് അതിൽ ഫലം തരുന്നവൻ ആരാണ്? നിങ്ങളെ പടച്ചവൻ ആരാണ്? നിങ്ങൾക്ക് വെള്ളം തരുന്നവൻ ആരാണ്? നിങ്ങൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ, തീ ഉണ്ടാക്കാൻ വേണ്ടി ആ തീകളെ നിർമ്മിച്ചു തരുന്നവൻ ആരാണ്? ഇതെല്ലാം ചോദിച്ചിട്ട് അല്ലാഹു തആല സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, നക്ഷത്രങ്ങളെയും എല്ലാം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇന്നഹു ലഖുർആനും കരീം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത് ബഹുമാനമാക്കപ്പെട്ട ഖുർആനാണ്. അല്ലാഹു തആല ബഹുമാനിച്ച കോടിക്കണക്ക് ആളുകൾക്കുള്ള വായിൽ ഇത് ഓതപ്പെടുന്ന, പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ്. ഫീ കിതാബിൻ മക്നൂൻ. അതിനല്ലാഹു ഭദ്രമായിട്ട് ഒരു ഗ്രന്ഥമായിട്ട് അല്ലാഹു തആല ആക്കിയിട്ടുണ്ട്, മുദ്ര ചെയ്തിട്ടുണ്ട്. അതിനല്ലാഹു തആല ആ നിലക്ക് അല്ലാഹു സംരക്ഷിച്ചിട്ടുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ആ പരിശുദ്ധമായ ഖുർആനെ തൊടുന്നവർ അല്ലാഹുവിൻ്റെ വിശുദ്ധ ശുദ്ധി ഉള്ളവർ മാത്രമാണ്. അല്ലെങ്കിൽ ശുദ്ധി ഇല്ലാത്തവർ ആ ഖുർആനെ തൊടാൻ പാടില്ല. അതെല്ലാം വേണ്ടതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ. ആ പരിശുദ്ധമായ ഗ്രന്ഥം ആരെ വക്കന്നിട്ടാണ് ഇറങ്ങിയത്? ലോകത്തിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് ആ ഖുർആൻ ഇറക്കിയത്. മനുഷ്യൻ നിർമ്മിച്ച് ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതി ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ ആരോ എഴുതി കൊടുത്തതല്ല. മറിച്ച് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന രക്ഷിതാവായ അള്ളാഹുവാണ് ആ ഖുർആൻ ഇറക്കിയത്. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. ഇത്രയും വിശുദ്ധമായ, ഇത്രയും പവിത്രമായ ഈ ഖുർആനെ നിങ്ങൾ വിലക്കെടുക്കാതെ, അതിനെ നിങ്ങൾ വിലക്കെടുക്കാതെ, ആ ഖുർആനെ കൊണ്ട് വിശ്വസിക്കാതെ നിങ്ങൾ ജീവിക്കുകയാണോ? ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദുനിയാവിന്റെ ശേഷം, ഈ ദുന്യവിയ ജീവിതത്തിന് ശേഷം ആഖിറമാകുന്നൊരു ജീവിതമുണ്ട്. അത് ഇല്ല, അങ്ങനത്തെ ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയാണോ? വതജഅലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾക്കുള്ള ഉപജീവനത്തിന്റെ മാർഗം കളവാണ്. എപ്പോഴും നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ട് അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉപജീവന മാർഗമാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണോ? ഇതെല്ലാം ഖുർആൻ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു, ഇതാ മരിച്ചതിൻ്റെ ശേഷം ഒരു ജീവിതമില്ല, ഞങ്ങൾ ഒരു അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലല്ല, ഞങ്ങൾ അധികാരത്തിലാണ്, ഞങ്ങൾക്ക് സ്വർഗം നരകം അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ അള്ളാഹു പടച്ചിട്ടില്ല, ഒരു റബ്ബ് ഇല്ല, ആ നിലയ്ക്ക് നിങ്ങൾ ജീവിക്കുകയാണോ? ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ചോദിക്കുന്നു, വലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനൈദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അല്ലാഹുവിൻ്റെ വല്ലാത്തൊരു വാക്കാണ്, ഒരാൾക്കും സംശയമില്ലാത്തൊരു വാക്കാണ്. ഒരാൾക്കും ഈ പറഞ്ഞ വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല, ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും അംഗീകരിച്ചതാണ് മരണം എന്നുള്ളത്, മരിക്കും എന്നുള്ളത്. അത് എല്ലാവരും സമ്മതിച്ചതാണ്. ആ മരണത്തെ ഒരാൾക്കും എതിർക്കാൻ സാധ്യമല്ല. ഞങ്ങൾ സ്വന്തം അധികാരമുള്ളവരാണെങ്കിൽ, ഞങ്ങൾക്ക് സ്വന്തം അധികാരമുണ്ടെങ്കിൽ, ഞങ്ങളെ ബാപ്പ മരിച്ചു പോകുമ്പോൾ
ആ ബാപ്പാന്റെ റൂഹിനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് എന്തേ കഴിയുന്നില്ല? ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചു പോകുമ്പോൾ ആ കുടുംബം മരിച്ചു പോകുന്ന സമയത്ത്, സക്കറാത്തിന്റെ വേദന ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ചുറ്റും നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ബാപ്പ ബേജാറാവണ്ട, നിങ്ങൾ മരിച്ചു പോകൂല, നിങ്ങളെ റൂഹിനെ നിങ്ങൾ ആത്മാവിൽ സംരക്ഷിക്കുമെന്ന് പറയാൻ എന്തേ കഴിയുന്നില്ല? അതാണ് ഖുർആൻ ചോദിക്കുന്നത്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ, ഒരു മനുഷ്യന്റെ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, ആ സമയത്ത് ആ മരിച്ചു പോകുന്ന മനുഷ്യന്റെ ചുറ്റുഭാഗത്തും നിങ്ങൾ നോക്കുകയാണ്. ആ മനുഷ്യൻ വേദന കൊണ്ട് അതാ കൈയടിക്കുന്നതും കാലടിക്കുന്നതും കാൽ കൂട്ടിവെക്കുന്നതും അതാ എന്തെല്ലാം ചെയ്യുന്ന ഒരു അവസ്ഥ നിങ്ങൾ കാണുകയാണ്. വഅൻതും ഹീനൈദിൻ തൻദുറൂൻ, മരിച്ചു പോകുന്ന ബാപ്പന്റെ അടുത്ത് നിങ്ങൾ ബാപ്പനെ നോക്കുകയാണ്. ബാപ്പ രണ്ട് കൈയടിക്കുന്നതും കാളങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതും ആ വേദന കൊണ്ട് ബാപ്പ അല്ലെങ്കിൽ കുടുംബങ്ങൾ ആരാവട്ടെ മരിച്ചു പോകുന്ന ആള് ചെയ്യുന്നു നിങ്ങൾ കാണുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, ഓ അടിമകളെ, നിങ്ങളെക്കാളും ആ മരിച്ചു പോകുന്ന മനുഷ്യലേക്ക് ഏറ്റവും അടുത്തവർ ഞങ്ങളാണ്. നിങ്ങൾ നോക്കുകയാണ്, നിങ്ങളെക്കാളും ഞങ്ങളാണ് ആ മയ്യത്തിന്റെ അടുത്തുള്ളത്. ആ മയ്യത്തിന്റെ എല്ലാ വിഷയങ്ങളും നിങ്ങളെക്കാളും അറിയുന്നത് ഞങ്ങളാണ്. അസ്രായിൽ അലൈഹിസ്സലാമുണ്ട്, കൂടെ 500ഓളം വരുന്ന മലക്കുകളുണ്ട്. ആ മനുഷ്യന്റെ അവസ്ഥ വെപ്രാളം നിങ്ങളെക്കാളും അടുത്തറിയുന്നത് ഞങ്ങളാണ്. വലാകിൻ ലാ തുബ്സിറൂൻ, ഞങ്ങളെ മാത്രം നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, നിങ്ങളാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്ക് എന്തേ ബാപ്പ ആ മരിച്ചു പോകുന്ന സമയത്ത് ബാപ്പയോട് പറയാം, മോൻ ബാപ്പ ബേജാറാവണ്ട, നിങ്ങളെ റൂഹിനെ ഞങ്ങൾ സംരക്ഷിക്കും. എന്തേ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല? പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളോട് ചോദിക്കുകയാണ്, റൂഹ് തൊണ്ടക്കുഴിയെത്തുന്ന സമയത്ത് എന്തേ നിങ്ങൾക്ക് ബാപ്പനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല? ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, നിങ്ങളെക്കാളും ഞങ്ങളാണ് അടുത്തുള്ളവർ, നിങ്ങൾ ഞങ്ങളെ കാണുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. ഞങ്ങൾക്ക് അധികാരമുണ്ട്, ഞങ്ങൾക്കെല്ലാം കഴിയും, ഇതെല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ, ഈ പറയുന്നത് സത്യമാണെങ്കിൽ ബാപ്പയുടെ റൂഹിനെ നിങ്ങൾ തിരിച്ചു വിളിക്കൂ. ബാപ്പ മരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകൂല, മകൻ മരിക്കുന്നത് ഇഷ്ടമാകൂല, നീ മരിക്കുന്നത് നിനക്ക് ഇഷ്ടമാകൂല. കഴിയുമെങ്കിൽ, നിനക്കകത്ര അധികാരമുണ്ടെങ്കിൽ, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീന തർജിഊനഹാ, ആ റൂഹിനെ നിങ്ങൾ തിരിച്ചു വിളിക്കുക. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ. നിങ്ങൾ കഴിയില്ല. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് കഴിയില്ല, ഒരു അധികാരവും നിങ്ങൾക്കില്ല. മരിച്ചു പോകുന്ന ബാപ്പയെ സംരക്ഷിക്കാൻ, മരിച്ചു പോകുന്ന മകന്റെ റൂഹിനെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വിളിക്കുകയും. ഖുർആനാണ് പറയുന്നത്, കഴിയില്ല, ഒരിക്കലും നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. ഈ ഖുർആനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. ഈ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക. സത്യത്തിന്റെ പാതയിലേക്ക് വരിക. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഖബറുണ്ട്, മഹ്ശറയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇത് വിശ്വസിക്കുക എന്നാണ് ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങളെ, അർത്ഥം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഒരു മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ അടുത്ത് എത്തിയാൽ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ആ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ വെപ്രാളപ്പെടേണ്ടതല്ല. പിന്നെയും കുറെ ബാപ്പ 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 ഇങ്ങനെ വിളിക്കേണ്ടതല്ല. മരിക്കും എന്നുള്ള ഒരു രംഗം കണ്ടാൽ പിന്നെ ഞങ്ങൾ എന്താക്കണം? ഞങ്ങൾ തടി നിയന്ത്രിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ആഖിബത്തിന് വേണ്ടി, ആ മനുഷ്യന്റെ സലാമത്തിന് വേണ്ടി ഞങ്ങൾ എന്താണ് മന്ത്രിക്കേണ്ടത്? ആ പെടയുന്ന മനുഷ്യൻ പറയും, മന്ത്രിക്കുന്നത് വേണ്ട, ഊതുന്നത് വേണ്ട, അത് ആവശ്യമില്ല എന്ന് പറയുന്ന
ഏതൊരാളും പറയും, എന്നെ ഒന്ന് മന്ത്രിക്കൂ, എനിക്ക് നിനക്കറിയുന്ന ഏതെങ്കിലും ഒരു ഖുർആനുണ്ട് എന്നെന്താക്കും മന്ത്രിച്ചെന്ന് രക്ഷപ്പെടുത്തു. ആ മയ്യത്ത് പറയുമെന്ന് ഹബീബായ മുത്തുനബിന്റെ ഹദീസും പണ്ഡിതന്മാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര വേണ്ട 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 എന്ന് പറഞ്ഞാലും ആ സമയത്ത് പറയും അവൻ, ഒന്ന് ഓതൂ, എനിക്കൊന്ന് ഈ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എല്ലാം സത്യമാണ്. അള്ളാഹു നമുക്ക് ആ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ചെറിയൊരു ഭാഗം മുമ്പ് പറഞ്ഞത് മുഖറബീങ്ങളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് ഉള്ളത് അവസാനമായി പറയുന്നത്. അതേപോലെ അസ്ഹാബുൽ യമീനിക്ക് അവരോട് അള്ളാഹു എന്ത് പറയും? ആ മരിച്ചു പോകുന്ന മയ്യത്ത് മുഖറബീങ്ങളെ പെട്ട മയ്യത്താണെങ്കിൽ, അല്ലെങ്കിൽ അസ്ഹാബുൽ യമീന്റെ മയ്യത്ത് പെട്ടതാണെങ്കിൽ എന്ത് പറയും? അതല്ലെങ്കിൽ ആ മയ്യത്ത് അസ്ഹാബ് ഷിമാലിൽ പെട്ടതാണെങ്കിൽ എന്ത് പറയും? അത് പറയുന്ന കുറച്ച് ആയത്തുകൾ ഇൻഷാ അല്ലാഹ് 1-2 ക്ലാസ്സുകൾ നമുക്ക് എന്താക്കാം, അവസാനിപ്പിക്കാം. അർഹമുർ റഹീമായ അല്ലാഹു ഈ സൂറത്തുൽ വാഖിയയുടെ ബർക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ല റഹ്മാനെ, ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്തുകളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണം റഹ്മാനെ. ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന ദിക്റുകളും ഓതുന്ന ഖുർആൻ ഓത്തുകളും ഞങ്ങൾ ചെയ്യുന്ന സംഘടനാ നല്ല പ്രവർത്തനങ്ങൾ എല്ലാം നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ നീ കബൂലാക്കണം റഹ്മാനെ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം അല്ലാ, മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണം അല്ലാ, നീ സലാമത്ത് നൽകണം അല്ലാ. പടച്ചോനെ, നിന്റെ ഇൽമു ധാരാളം പഠിക്കാനും പഠിച്ചത് അമൽ ചെയ്യുവാൻ, അത് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ സഹപ്രവർത്തകന്മാർക്കും ഞങ്ങളുടെ സ്നേഹിതന്മാർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഈ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്കും അവസാനം ഒരു മരണമുണ്ട്, ഞങ്ങളെ റൂഹും തൊണ്ടക്കുഴിയിലേക്ക് എത്താനുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, ആ സമയത്ത് ഞങ്ങളെ നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് കലിമ ഉറക്കെ ജോറ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല